കേൾക്കുന്നുണ്ട്. ഷാഫി കോട്ടി ചോദിച്ചു. ഓക്കെ. നമ്മൾ അനസ് മൗലവി സാഹിബ് പറഞ്ഞത് നമ്മള് ബസ്സിന്ന് പോകാനുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേറെ ബസ് കയറിയിട്ട് പോണെന്നുള്ളതാ സംഭവം. നമ്മൾ ലക്ഷ്യത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷെ വഹാബി പ്രസ്ഥാനം അങ്ങനല്ല. ആഴക്കടലിൽ നൗക, കപ്പിത്താനില്ലാത്ത നൗക പോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. പോട്ടെ, ആയിക്കോട്ടെ. ചോദ്യത്തിൽ മാർഗം പിഴച്ചതായാലും അല്ല, അത് ഞങ്ങൾ സംസാരിക്കോണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ നിങ്ങളെ ചോദ്യം ചോദിക്കാവൂ. നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചോദ്യമാണ് ചോദിക്കണം. ഞങ്ങൾ ചോദ്യം ചോദിക്കണം. ബേജാറാണ് നിങ്ങൾക്ക്, എത്തിനാണ് ബേജാറ്. ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ആ മൈക്കൊന്ന് വാങ്ങി. ഒരു മിനിറ്റ്. ഞാൻ മൈക്ക് തരാം. ഞാൻ നിങ്ങൾക്ക് മൈക്ക് തരാം. വാങ്ങരുത്. ചോദ്യം പ്രസക്തമാണ്. ഓക്കെ, എന്ന് ചോദിച്ചോളൂ. പിന്നെ അനസ് മൗലവി ഇവിടെ റാസി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചപ്പോ ഇതാ മിത്തു എന്നാ വായിച്ച. മൗലവി മിത്തു അല്ല, മുത്തു എന്നാണ്. മാത്ത മുത്താണ്. അത് പഠിച്ചാൽ മതി, സാറില്ല, ഓതി പഠിച്ചാൽ മതി. അതാണോ നിങ്ങളുടെ ചോദ്യം? ചോദ്യത്തേക്ക് വരാണ്. പിന്നെ നമ്മളെ ബാക്കിലിരിക്കുന്ന നമ്മളെ നസീറുദ്ദീൻ റഹ്മാനി ഇവിടെ അദ്ഖിലുൽ ഹബീബ് ഹബീബ് എന്ന് വായിച്ചത് മൂപ്പരാണ്. ഇങ്ങനെ തൊള്ളോണ്ടാക്കണം. ഉദ്ഖുലു എന്ന് വായിക്കുന്നു. ചങ്ങായി അത് ലാസിമല്ല, മുതാദ്യാണ്. എന്നിട്ട് നിങ്ങളെ ചോദ്യം ചോദിക്കും. എന്താ ലാസിം മുത്തദി എന്ന് പറഞ്ഞാ? നിങ്ങൾ വിട്ടിടക്കാണ്. എന്താ ലാസിം മുത്തദി എന്ന് പറഞ്ഞാൽ? ചോദ്യത്തിലേക്ക് വരാണ്. നിങ്ങൾ ബേജാറാകല്ലേ? എന്തിനൊക്കെ ബേജാറാണ്? സമയമില്ല. അപ്പൊ എന്ത് ചെയ്യണ്ട, നീട്ടിപ്പറത്തി ചോദിക്കണില്ല, നീട്ടിപ്പറത്തി മറുപടിയും വേണ്ട. ഇവിടെ വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ ചോദ്യകർത്താവ് ചോദ്യത്തിലേക്ക് വരികയും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായി ഇവിടെ നിന്ന് മറുപടി ലഭിക്കുകയും സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിച്ച ആളുകൾക്ക് അത് കിട്ടുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ചോദ്യകർത്താവ് രംഗത്ത് വരികയും ഇവിടെ ഒരു ബഹളമുണ്ടാക്കാമെന്ന് വിചാരിക്കുകയുമാണ്. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ചോദിക്കാനുള്ളത് ചോദിച്ചു. സമാധാനത്തിന് നല്ലതാണ്. ഇവിടെ പറ്റൂല. ചോദ്യം വളരെ വ്യക്തമാണ്. ഇവിടെ അക്സാകായത്തിൽ എടവണ്ണപ്പാറയിൽ നമ്മൾ അനസ് മൗലവി ഉപയോഗിച്ച് കാക്കത്തോബ ചെയ്തെന്ന് സക്കരിയ സലായി പറഞ്ഞ സംഭവം എന്ന് നിങ്ങൾ പറഞ്ഞ അക്സയുടെ പറയുന്നത് കേൾക്കുക. ചോദ്യം ചോദിക്കാനാണ് ഇവിടെ അവസരം വന്നിട്ടുള്ളത്. പറയുന്നതൊന്ന് കേൾക്കുക. ഇവിടെ ചോദ്യം ചെയ്യാനല്ല താങ്കൾ നിൽക്കേണ്ടത്, ചോദ്യം ചോദിക്കാനാണ്. അവിടെ ഇരിക്കൂ എന്ന് പറയട്ടെ. അവിടെ ചോദ്യകർത്താവ് ഒന്ന് ഇരിക്കൂ, ഞാൻ പറയട്ടെ. മൈക്ക് കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. മൈക്ക് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി അവിടെ ഇരിക്കും. ബഹളം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. ഇവിടെ ഇരിക്കുന്നത് അബ്ദുൽ മജീദ് സുഹുരി, ഇതിന്റെ മോഡറേറ്ററാണ്. അയാളെ ചോദ്യം ചെയ്യാനല്ല ഷാഫി അവിടെ വന്നിട്ടുള്ളത്. ഷാഫിക്കുള്ള സംശയം എന്താണോ ആ സംശയം മാത്രം ചോദിക്കാം. വേറെ ഇടവണ്ണപ്പാറ, പരിഹാസം, അത് ഇതൊന്നും അതൊക്കെ ഒഴിവാക്കാം. നേരെ മറിച്ച് മാന്യമായി നടക്കുന്ന ഒരു സദസ്സില് ചോദ്യം ചോദിക്കാൻ താങ്കൾക്ക് അവസരം തരാം. ചോദ്യമല്ലാത്ത വാളിന് താങ്കൾക്ക് അവിടെ മൈക്ക് കെട്ടിയിട്ട് പെർമിഷൻ എടുത്ത് അവിടെ പ്രസംഗിക്കാം. ഇത് പ്രസംഗിക്കാനുള്ള അവസരമല്ല. ചോദ്യമാണെങ്കിൽ ചോദിക്കാം, ചോദ്യം അല്ലെങ്കിൽ അപ്പം നിർത്തേണ്ടി വരും. ഇവിടെ മോഡറേറ്റർക്ക് പോലും താങ്കളുടെ അടുക്ക സ്ഥാനമല്ല. മോഡറേറ്റർ ലാസിമും മുത്താദ്യം പഠിപ്പിക്കാനാണോ വന്നത്? മിത്തും മുത്തും പഠിപ്പിക്കാൻ വന്നതാണോ? ഉഹ്റുജെന്നാണോ, അഹ്റുജെന്നാണോ, അദ്ഖുലെന്നാണോ, ഉദ്ഖുലെന്നാണോ? ഇതൊന്നും തിരിയാത്തവരല്ല. കാരണം അവിടുന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കാം. അല്ലാത്ത വാളും പ്രസംഗവുമാണെങ്കിൽ ഇന്ന് ഇവിടെ അത് നടക്കില്ല. ചോദ്യമാണെങ്കിൽ ചോദിച്ചോ. ഞാനേ സംഭവം ഇവിടെ വന്നൊരു പോരായ്മ ചൂണ്ടിക്കാട്ടിയതാണ്, നമ്മള് ഉണർത്തിയതാണ്. ഞാൻ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യമാണ് ചോദിക്കണേ. ചോദ്യം ചോദിക്കും. വേറെ കമന്റ് വേണ്ട. എന്ന് ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ നിങ്ങളോട് എന്താണ് അതിന്റെ പരിധി? അക്സയാകണമെങ്കിൽ അഥവാ ഒരു തേട്ടമാകണമെങ്കിലുള്ള മാനദണ്ഡം എന്ന്. ശരി, ചോദ്യം മനസ്സിലായി. ചോദ്യം മനസ്സിലായി. അതിന്റെ പരിധി എന്താണെന്നല്ലേ? ആരാധനയാകണമെങ്കിലുള്ള മാനദണ്ഡം. ഒരു തേട്ടം അത് ആരാധനയാകണമെങ്കിലുള്ള മാനദണ്ഡം മനസ്സിലായി. സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുക, സമാധാനപ്പെടും, കുഴപ്പമില്ല. ഇവിടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കും, നിങ്ങൾ അവിടെ ഇരിക്കും, സമാധാനപ്പെടും, ഒന്നും കുഴപ്പമുള്ള കാര്യമില്ല. കൃത്യമായി വിശദീകരിച്ചു. നേരത്തെ വിശദീകരിക്കുമ്പോ സലഫി പറഞ്ഞ് വിശദീകരിക്കുമ്പോ നീളം കൂടി പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പൊ അങ്ങനല്ല. വീണ്ടും അത് ചോദ്യം അത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ട് ചോദിക്കാം. എന്താണ് മാനദണ്ഡം? അഖ്സാഖായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്താണ്? മഹാനായ ഇമാം യഹ്യ ഇബ്നു ശറഫുദ്ദീൻ അൻ-നവവി, ഇമാം നവവി, എന്താണ് അതിന്റെ മാനദണ്ഡം എന്നാണ്.
മഹാനായ റസൂലുള്ള പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്ക്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേട്. ഇതാ മനസ്സിലാകാത്തവർക്ക്. അള്ളാഹിനോട് പറയേണ്ടത് എന്താണ്, പടപ്പുകളോട് പറയേണ്ടത് എന്താണ്, എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാണ് പ്രാർത്ഥനയാകാത്തത്, ഇതല്ലേ ചോദിക്കുന്നത്. അഖ്സാ ആയത്തുൽ ഖുദൂഇ വതദല്ലിലിന്റെ മാനദണ്ഡല്ലേ? അതാണ് വിശദീകരിച്ച്. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. അതുപോലെ തന്നെ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞതാണ് സലഫി നേരത്തെ സൂചിപ്പിച്ചത്. എന്താ പറഞ്ഞത്? ഇശാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യൻബഗി ലഹു അൻ യുഗല്ലഖ സിർറഹു ബിഗൈരില്ലാ ബൽ യതവക്കലു അലൈഹി ഫീ സായിരി ഉമൂരിഹി. അതായത് ഈ ഹദീസ് സൂചന നൽകുന്നത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സിർറ് അത് അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിലേക്ക് ഒരിക്കലും ബന്ധിപ്പിക്കുവാൻ പാടുള്ളതെല്ലാം. ആത്യന്തികമായി ഒരു അടിമയുടെ മുഴുവൻ കാര്യങ്ങളും ബന്ധിപ്പിക്കേണ്ടത് അല്ലാഹുവിലേക്കാണ്. ബൽ യതവക്കലു അലൈഹി ഫീ സായിരി ഉമൂരിഹി. അവന്റെ മുഴുവൻ കാര്യങ്ങളും ഒരു ഇമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ബൽ യതവക്കലു അലൈഹി ഫീ സായിരി ഉമൂരി. മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. ثم إن كانت الحاجة التي يسألها لم تجري العادة بجريانها على أيدي خلقه. മനുഷ്യ കൈക്ക് നടക്കാത്ത കാര്യങ്ങൾ, ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളത് ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരാൾ ഒരു ബൈക്ക് ഉണ്ടാക്കിയെടുക്കുക ഒരാൾക്ക് ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമാണ്. എന്നാൽ ആ മനുഷ്യ കൈക്ക് നടക്കാത്ത സംഗതികൾ ധാരാളം വളരെ കുറച്ച് മാത്രമാണ് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ പരിമിതമാണ്. ഇങ്ങനെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് മനുഷ്യന്റെ കൈക്ക് നടക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളല്ലാത്തതിലും തജിരിൽ ആദതു ബിജറയാനിഹ അലാ ഐദി ഖൽഖിഹി. ഒരു മനുഷ്യന്റെ കൈ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ. ഏതുപോലെ ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കുക, അതുപോലെ ഒരാൾക്ക് ഇൽമു കൊടുക്കുക. ഇൽമു എന്ന് പറഞ്ഞാൽ പലജാതി ഉണ്ട്. ഇൽമു എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് അവിടുന്ന് പഠിച്ചു ഇവിടുന്ന് പഠിച്ചു അതുകൊണ്ട് ഇൽമാവൂല. ഇൽമാകണമെങ്കിൽ ഇൽമിന് കുറെ സിഫത്തുകളും വിശേഷണങ്ങളും വേറെ ഉണ്ട്. ആ നിലക്കുള്ള ഇൽമു ഒരാൾക്ക് കിട്ടുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖുർആനിലെ ഫഹ്മ്, സുന്നത്തിലുള്ള ഫഹ്മ്. ഞാൻ ഖുർആൻ ഓതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ ഹദീസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ കൃത്യമായ ഫഹ്മ് കിട്ടുക. അതുപോലെ ഞാൻ മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ശിഫ കിട്ടുക. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ കൈക്ക് നടക്കാത്ത കാര്യങ്ങൾ, അത് ഇമാം നവവി ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു. ഖതലബിൽ ഹിദായ, ഹിദായത്തിനെ തേടുക പോലെ. അതുപോലെ വൽ ഇൽമി, നാഫിയ ഇൽമിനെ തരണേ എന്ന് തേടുന്നത് പോലെ. വൽ ഫഹ്മി ഫിൽ ഖുർആനി വസുന്ന, അല്ലാഹുവേ ഖുർആനിലും സുന്നത്തിലും എനിക്ക് ഫഹ്മ് തരണേ എന്ന് തേടുന്നത് പോലെ. വശിഫാഇൽ മർളി, രോഗത്തിന് ശിഫ തരണേ എന്നിങ്ങനെ തേടുന്നത് പോലെ. വഉസൂലുൽ ആഫിയ, അല്ലാഹു എനിക്ക് ആഫിയത്ത് തരണേ. മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ സർവ്വ ബലാഉകളിൽ നിന്നും അതുപോലെ പാർഥിക ലോകത്ത് വരാവുന്ന സർവ്വ ശിക്ഷകളിൽ നിന്നും എനിക്ക് ആഫിയത്തിനെ തരണേ എന്നിങ്ങനെ മനുഷ്യ കൈക്ക് നടക്കാത്ത കാര്യങ്ങളെ തേടുക. അത് നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനോട് തേടി വിചാരിക്കുക. അതാണ് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. അത് നിങ്ങൾ മമ്പുറം തങ്ങളോട് തേടി എന്ന് വിചാരിക്കുക. മമ്പുറം തങ്ങളെ എനിക്ക് കുട്ടിയെ തരണേ, അതാണ്. ഇത് മനുഷ്യന്റെ കൈക്ക് നടക്കാത്ത കാര്യമാണ്. അത് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. നിങ്ങൾ തേടുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളോട്, അള്ളാഹുവിനോട്, പടച്ചവനോട്, റബ്ബിനോട് തേടേണ്ട കാര്യങ്ങൾ നിങ്ങൾ തേടുകയാണ്. എത്രത്തോളം? യാ ശൈഖ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് വരെ പറയാതെ ഇവര് പറയണേ. ഏതെങ്കിലും ആളോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലാഹുവോട് ചോദിക്കേണ്ട കാര്യങ്ങൾ. യാ ശൈഖ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, യാ ശൈഖ് ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നിങ്ങനെ തേടുക. ഇങ്ങനെ അള്ളാഹുവിനോട് തേടേണ്ട കാര്യങ്ങൾ, പടച്ചവൻ അവനിലൂടെ മാത്രം നടക്കുന്ന പടപ്പുകൾക്ക് ഒരു നിലക്കും ഇടപെടാൻ അവകാശമില്ലാത്ത, അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങൾ. സഅല റബ്ബഹു ദാലിക, അതാണ് അഖ്സാ ഗായത്തുൽ ഖുദൂ'. അത് അല്ലാഹുവിനോട് ചോദിക്കേണ്ട. എന്നാൽ വഇൻ കാനത്തിൽ ഹാജത്തുല്ലതി യസ്അലുഹാ ജറത്തിൽ ആദതു അന്നല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രീഹാ അലാ ഐദി ഖൽഖിഹി. സാധാരണ മനുഷ്യ കൈക്ക് നടക്കുന്ന കാര്യങ്ങളുണ്ട്, പടപ്പുകളുടെ കൈക്ക് നടക്കുന്ന കാര്യമുണ്ട്. ഏതുപോലെ? ഉദാഹരണം പറഞ്ഞ് വ്യക്തമാക്കി തരികയാണ്. കൽ ഹാജാത്തിൽ മുതഅല്ലഖതി ബി അസ്ഹാബിൽ ഹിർഫി വസ്സനാഇ വഉലാത്തിൽ ഉമൂരി സഅലല്ലാഹു തആല
അയ്യഅതിഫ അലൈഹി ഖുലൂബഹും. അത് മനുഷ്യ കൈക്ക് നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു കമ്പനി, ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെ, ഒരു നേതാവും അണികളും അല്ലെങ്കിൽ രാജാവും പ്രജകളും തമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെ, മനുഷ്യന്റെ കൈക്ക് നടക്കുന്ന ഒരു സ്പീച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കി തരിക എന്നൊക്കെ പറയുന്നത് പോലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് ഉണ്ടാക്കണവന് കഴിവ് കൊടുക്കുക. അത് അള്ളാഹോട് ചോദിക്കുക. അത് എന്താണ്? അക്കസായത്തിൽ ഹുദൂ വത്തദല്ലുലാണ്. എന്നൊരു സ്പീച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കി തരുമെന്ന് ഒരാളോട് പോയി പറയാം, ഒരു വീട് ഉണ്ടാക്കി തരുന്ന ഒരാളോട് പോയി പറയാം, ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യുമെന്ന് ഒരാളോട് പോയി പറയാം. അത് അക്കസായത്തിൽ ഹുദൂ വത്തദല്ലുൽ അല്ല. ഇതാണ് അതിന്റെ വേർതിരിച്ച വിശദീകരണം. അതാ നേരത്തെ സലഫി പറഞ്ഞത്. അതാണ് അതിന്റെ സനദും, അതാണ് എന്റെ സനദും. മനസ്സിലാക്കണം. അപ്പൊ കൃത്യമാണ് സംഗതികൾ. ഈ രൂപത്തിൽ ഉലമാ വളരെ നേരത്തെ വിശദീകരിച്ച് പോന്ന കാര്യത്തെ തന്നെയാണ് അഖ്സാഖായത്തുൽ ഹുദൂ' വത്തദല്ലുൽ വേർതിരിച്ച് പറഞ്ഞതാണ് വിശദീകരിച്ചത്. ഇനി മന്നും മിന്നും ഒന്നും പറയാതെ വിഷയം ചോദിക്കുക. ഷാഫി, ഓക്കെ, ചോദ്യങ്ങളും മുസ്ലിംമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ വരുന്നതിന്റെ മുന്നേ ഇവിടെ ചോദ്യകർത്താക്കൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആയതുകൊണ്ട് നിങ്ങൾ വന്നപ്പോ നിങ്ങളെ പരിഗണിച്ചിട്ട് അവർ സീറ്റ് മാറ്റി തന്നതാണ്. ആ ഒരു പരിഗണന, ആ ഗൗരവം നിങ്ങൾ കാണിക്കണം. ചോദ്യം മാത്രം ചോദിക്കണം. ഓക്കെ. അപ്പോ ഒക്കിന് വെച്ച് ചക്കിന് കൊണ്ടുവന്നൊരു ചെല്ലു വർണ്ണമാരിയായി ഇപ്പൊ മൂപ്പര് വായിച്ച് എന്താണെന്നറിയോ? മൂപ്പരിപ്പ് ഇവിടെ ഈ ശറഹു അർബഈൻ നബവി വായിച്ചെന്തിനാണെന്നറിയോ? അഭൗതികമായ അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നും മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പറ്റുമെന്നും പറയാനാണ് മൂപ്പരെ സംഭവം കൊണ്ടുവന്നത്. പക്ഷേ രണ്ടിലും മഹാനായ ഇമാം നബവി തങ്ങൾ പറയുന്നത് അല്ലാഹു തആല ഇവിടെ പറഞ്ഞതും അവിടെ പറഞ്ഞതും അള്ളാഹുവിനോട് തേടുക എന്നതാണ്. ആദത്തായാലും ഗൈറു ആദത്തായാലും ചോദ്യം ചോദിക്കട്ടെ. എന്താണ് നിങ്ങളെ ഇടപെടുന്നത്? ചോദ്യമാണ് ചോദിക്കണത്. അത് മൂപ്പര് പറഞ്ഞ വിഷയത്തെ ഞാൻ കണ്ടിക്കണ്ടേ? മൂപ്പരോട് ആളുകൾ സദസ്സിൽ. അതെ. അപ്പോ രണ്ടു വിഷയങ്ങളും അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങളെ വാദമോ അദൃശ്യവും അഭൗതികവും മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് അല്ലാഹ് അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റൂല, മനുഷ്യ കഴിവിൽ പെട്ടത് അള്ളാഹു സാധാരണക്കാരോട് ചോദിക്കാൻ നിങ്ങളെ വാദം. അങ്ങനെ വാദം ഉണ്ട് എന്നാണ് നിങ്ങളെ ചോദ്യം അല്ലേ? ആ വാദം ഇല്ലാന്ന് ഇവിടെ കേട്ടോ നിങ്ങള്? അതിനാണ് ആ വാദത്തിന് ഉപോത്ബലകമായിട്ടാണ് ഉദ്ധരിച്ചത്. ആ വാദത്തെ തഈദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് ഞാൻ റദ്ദ് ചെയ്യുന്നത്. എന്ത്? രണ്ടും സഅലല്ലാഹു തആല അള്ളാഹുവിനോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ അള്ളാഹു സഹായിക്കാൻ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന നിലക്കാണ്. അപ്പൊ നിങ്ങളുടെ വാദമോ അഭൗതികവും അദൃശ്യവും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും. മനസ്സിലായി. ഇനി വിശദീകരിക്കാം. ചക്കും കൊക്കും അവിടെ തന്നെയുള്ളത്. ചക്കും കൊക്കും അപ്പുറത്തും ഇപ്പുറത്താണ് ഇരിക്കുന്നത്. കാരണം ഇത്ര നേരം എന്തായിരുന്നു വിഷയം? ആ വിഷയം കൂടി കൂട്ടി അവിടെ മറുപടി പറഞ്ഞത് കഴിവുകളെ രണ്ടാക്കി കളഞ്ഞു എന്നാണ്. ഇപ്പൊ കഴിവ് രണ്ടുണ്ട് എന്ന് കൊക്കിന് മറിഞ്ഞു കൊടുത്തല്ലോ ചക്ക്, അല്ലേ? കാരണം അള്ളാഹു തന്നെ ചെയ്യുന്നത് കാര്യങ്ങളുണ്ട്. ഹിദായത്ത് നൽകുക, രോഗശമനം നൽകുക, ഇങ്ങനെയുണ്ട്. പിന്നെയോ രണ്ടാമതൊരു തരം കഴിവുണ്ട്. ആ കഴിവെന്താണ്? ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്നത് പോലെ, കെട്ടിടം പണിക്ക് ചോദിക്കുന്നത് പോലെ, വഉലാത്തുൽ ഉമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടതുപോലെ ഇങ്ങനെയുള്ള കഴിവുണ്ട്. ഇനി ഇവിടെ മനുഷ്യര് തമ്മിലുള്ള കാര്യങ്ങൾ ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഫാക്ടറിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അത് അള്ളാഹിനോട് തന്നെയാണോ ചോദിക്കേണ്ടത്? അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം എന്താ? അതിന്റെ ബാക്കിയുണ്ട്. അല്ലാഹുമ്മ അഹ്നിൻ അലൈനാ, അല്ലാഹുമ്മ അഹ്നിൻ അലൈനാ ഖുലൂബ ഇബാദിക്. അള്ളാഹുവേ, ഈ ഭരണാധികാരികളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള കാരുണ്യം ഉണ്ടാക്കണേ. അത് ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട് പറയണം. പഠിച്ചോനെ, ഞങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തരണേ എന്ന് അള്ളാഹിനോടാണോ പറയേണ്ടത്? അല്ല. പാലത്തിനുള്ള അപേക്ഷ കൊടുത്ത്, ഇനി അതല്ലെങ്കിൽ ഒരു വീടിനുള്ള ലൈഫ് പദ്ധതിയിലുള്ള അപേക്ഷ കൊടുത്തിട്ട് പഠിച്ചോനെ ഇതെനിക്ക് കിട്ടണേ, അല്ലെങ്കിൽ എന്റെ ഈ ആവശ്യം, ഞങ്ങളുടെ നാടിന്റെ ഈ ആവശ്യം, ഇത് പൂർത്തീകരിക്കാനുള്ള കാരുണ്യം, ഇത് പൂർത്തീകരിക്കാനുള്ള കഴിവ് നീ ആർക്ക് കൊടുക്കണേ? ഭരണാധികാരിക്ക് കൊടുക്കണേ. അല്ലാതെ ഈ മനുഷ്യന്മാരോട് ഒരു സംഗതി ചോദിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാ കഴിവുകളെ വേർതിരിച്ചത്. ഇവിടെ രണ്ട് കഴിവുകളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. രണ്ട്, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ കഴിവുകളുണ്ട്. ഞാൻ എന്റെ ഒന്നാമത്തെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു, ആ കഴിവ് കിട്ടണമെങ്കിലും ആര് സഹായിക്കണം? അള്ളാഹു സഹായിക്കണം. ആ കഴിവ് കിട്ടണമെങ്കിലും ആര് സഹായിക്കണം? അള്ളാഹു സഹായിക്കണം. ആ കഴിവ് കിട്ടണമെങ്കിലും ആര് സഹായിക്കണം? അള്ളാഹു സഹായിക്കണം.
അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടണം. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് രണ്ടാളും വരുന്നത് എന്തിനാന്നൊന്ന് ആലോചിച്ചിട്ട് വരണമായിരുന്നു. എന്തൊക്കെ ചോദിക്കണം? ഒരാളെ ചോദ്യത്തിന് മറ്റേയാൾ മറുപടി പറയാം, ഞങ്ങൾ ഇവിടെ വേണ്ടയില്ല. അക്കോലത്തിലാണ് മറുപടി വന്നത്. ഇവിടെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മനുഷ്യർ സമൂഹമായി ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുമ്പോ സഹായം ചോദിക്കൂലേ? ചോദിക്കും. ഈ മനുഷ്യർ ഇവിടെ ജീവിക്കാൻ ആവശ്യമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഇത് ആവശ്യമാണ്. ഡോക്ടറുടെ അരികിൽ നമ്മളിപ്പോ, പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാറ്റിനും ഒരേ ഡോക്ടർ തന്നെയാണ്. ഇപ്പൊ ആശുപത്രിയിൽ പോവാണെങ്കിൽ പല ഡോക്ടർമാരുണ്ട്. നമ്മൾ എന്തുകൊണ്ടാ ഇന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്? എന്താ? ഓരോരുത്തരും അതാണ് പഠിച്ചത്, അയാൾക്ക് അതിലാണ് കഴിവ് കൂടുതൽ. ആളുകൾക്ക് അറിയാമത്. ഇത് ലോകത്തുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഇങ്ങനെ പരസ്പരം സഹായം തേടാം. അതാണ് തആവനു അലൽ ബിർരി വത്തഖ്വ. അതാണ് നേരത്തെ പറഞ്ഞ യംനഉനൽ മാഉൻ. അതാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈ സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യർ തമ്മിൽ സഹായം തേടിയ സന്ദർഭങ്ങൾ എമ്പാടും ഖുർആൻ നോക്കൂ. അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങിക്കിടന്നു, എഴുന്നേറ്റു. എന്താ ചെയ്തത്? ഒരാളോട് പറയാ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു. അവിടെ നിന്റെ പടച്ചോനെ ഭക്ഷണം ഇറക്കിത്താന്ന് പറയല്ല ചെയ്തത്. എന്തിനാ ഒരാൾ അയച്ചത്? അതാണ് അതിന്റെ മനുഷ്യന്മാർ തമ്മിലുള്ള രീതി. എന്നാൽ അവർ പ്രാർത്ഥിക്കുമ്പോഴോ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്താന സൗഭാഗ്യത്തിന് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. അതിന്റെ അർത്ഥം ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ടില്ല എന്നാ? അല്ല, അത് ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്. വെള്ളം മഴ ഇറക്കാൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി മിമ്പറിന്റെ മുകളിൽ വെച്ച് അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട്. എന്നാൽ ഭക്ഷണ സാധനം കിട്ടാൻ വേണ്ടി വീട്ടിൽ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, സഹാബികളോട് ചോദിച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ കാര്യം. ഇത്ര സിമ്പിളാ വിഷയം. അതല്ലേ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വന്ന് പറഞ്ഞപ്പോ മക്കക്കാർക്ക് വരെ സംഗതി മനസ്സിലായല്ലോ. ഓരെന്താ ചോദിച്ചേ? ജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇതുവരെ ഞങ്ങൾക്ക് ആരാധിക്കാൻ കുറെ ഉണ്ടായിരുന്നു, ഇതൊക്കെ അള്ളാഹ് മാത്രമേ പറ്റൂ എന്നാണോ മുഹമ്മദ് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിർവചനം വേണ്ടി വന്നിട്ടില്ല, ഈ വ്യാഖ്യാനം വിശദീകരണം ഒന്നും വേണ്ട. ഇത്ര സിമ്പിളായി ആളുകൾക്ക് കാര്യം മനസ്സിലാകും. കൂടെ നിങ്ങൾക്ക് അനുവദിക്കുകയാണ്. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യമാവണം. ഷാഫി മുസ്ലിയാർ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ഇടപെടരുത് പ്ലീസ്. അപ്പോ ഇവിടെ ഒരു വിഷയം മറുപടി പറഞ്ഞപ്പോ ഇവിടെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ദിവ്യത്വമുണ്ടെന്ന് സങ്കല്പിച്ച് തേടിയാലേ ആ തേട്ടം ആരാധനയാവുകയുള്ളൂ നിങ്ങളെ വക പറഞ്ഞതാണ് നിങ്ങളിവിടെ പറയുകയുണ്ടായി. എന്നാൽ എന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ 2003 ജൂലൈയിലുള്ള വിചിന്തനം മാസികയുടെ കോപ്പിയാണ്. അതിലെന്താ പറയുന്നത്? കേവലമായ വണക്കത്തിന് ഇസ്ലാമിൽ ആരാധനയെന്നു പറയില്ല. ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിന് അദൃശ്യ രീതിയിൽ നമുക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, എങ്ങനെ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട്. തീർന്നില്ല. ഇനി എന്റെ കയ്യിലുള്ളതാണെന്നറിയോ? അൽമനാർ മാസികൻ. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവുമൊക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യസങ്കല്പവും. അപ്പൊ എന്ത്? ദിവ്യസങ്കല്പമുണ്ടായ ആളാണ് ആരാധനയെന്ന് നിങ്ങളുടെ പണ്ടത്തെ തൗഹീദ് 2003 വിചിന്തനം മാസികയിലും അൽമനാറിലും എഴുതി വെക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി. നിങ്ങൾ ഇങ്ങനെ വർഷങ്ങൾ തോറും തൗഹീദ് മാറ്റുമ്പോ ഈ തൗഹീദ് മാറ്റത്തിലാണ് ഞങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലിന്റെ പരിധി എവിടെയാണ്? അപ്പോഴാണ് നിങ്ങൾ ഞങ്ങൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വിചിന്തനം മാസികയും അൽമനാറുമാണ്, ഞങ്ങൾ സ്വന്തമായി പറഞ്ഞതല്ല. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ദിവ്യത്വം എന്റെ ചോട്ടിൽ തന്നെ ഉണ്ട്. അദൃശ്യമായ രൂപത്തിൽ പ്രതീക്ഷിക്കുക. അതാ ദിവ്യത്വം എന്ന് പറയുന്നത്. അതാണ് ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അതാണ് ദിവ്യത്വം. അതാണ് ദിവ്യത്വം. അതാണ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദിവ്യത്വം എന്ന് പറയണ്ട. ഇരിക്കാതെ മടിക്കല്ലോ മൂപ്പര. അതായത് കേൾക്ക്, നിങ്ങള് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതാണ് അതിന് അദൃശ്യമായ നിലയിൽ നമുക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ കഴിയും. അതാണ്
ഒരു സിഫത്തല്ല, 2 സിഫത്തുണ്ട്. സിഫത്തൈനി, 2 സിഫത്തുണ്ട്. അതായത് ദിവ്യത്വം കൽപ്പിക്കുക എന്ന് സംഭവിച്ചാലും അദൃശ്യം അല്ലെങ്കിൽ അദൃശ്യമായ രൂപത്തിൽ ഗുണദോഷങ്ങൾ തരും എന്ന് പ്രതീക്ഷിക്കുക, ഇത് രണ്ടും ദിവ്യത്വം കൽപ്പിക്കലാണ്. ഇനി അതല്ല അഭൗതികമായത് കൽപ്പിക്കുക, അതും ദിവ്യത്വം കൽപ്പിക്കലാണ്. ഇനി ഇതൊന്നും കൽപ്പിക്കാതെ, ഇതൊന്നും പറയാതെ അള്ളാഹുവിനോട് നടത്തേണ്ടത് സൃഷ്ടികളോട് നടത്തുക, അതും എന്താണ്? ദിവ്യത്വം കൽപ്പിക്കലും കുഫ്റുമാണ്, സംശയമില്ല. ഏതുപോലെ റബീഉൽ അവ്വൽ മാസമാകുമ്പോ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കും, പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. എന്ത്? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി എന്നൊക്കെ ഇങ്ങനെ പാടി അള്ളയല്ലാത്തവരോട് ഇങ്ങനെ തേടുക. അതിനാണ് ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറയുന്നത്. ഒരാൾ അള്ളയല്ലാത്തവർക്ക് നേർച്ച നേരുക, അതാണ് ദിവ്യത്വം കൽപ്പിക്കല്. അള്ളയല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക. അയാൾ പറയാണ്, ഞാൻ ദിവ്യത്വം ഒന്നും കൽപ്പിക്കണില്ല, ഞാൻ മൂപ്പർക്ക് സുജൂദ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അത് ദിവ്യത്വം കൽപ്പിക്കലാണ്. ഒരു ഇബാദത്ത് അള്ളയല്ലാത്ത ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, അതാണ് ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാളത് പറയണമെന്നില്ല. അതുകൊണ്ടാണ് ശിർക്കിന്റെ താരീഫ് പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു, ഏയ് ഉസ്താദ് എന്താ പറഞ്ഞത്? ശിർക്കിന്റെ താരീഫ് എന്താണ്? ഇസ്ബാതു ശരീകി ഫിൽ ഉലൂഹിയ്യതി ബിമഅന വുജൂബിൽ വുജൂദി ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ. കണ്ടോ? അഥവാ ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവമാണെന്ന് പറയാ. വുജൂദിൽ വുജൂബിൽ വുജൂദ്, വുജൂബുൽ വുജൂദ്, അതാണ് ദിവ്യത്വം നിങ്ങൾ പറഞ്ഞത്. ഔ ബിമഅന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അല്ലെങ്കിൽ ഇബാദത്ത് കൊണ്ടുപോയി കൊടുക്കുക, അതവിടെ ദിവ്യത്വം കൽപ്പിക്കലായി. മനസ്സിലായോ? അതാണ് കൃത്യമായി ശിർക്കിന്റെ നിർവചനം തഫ്താസാനി അടക്കമുള്ള പണ്ഡിതന്മാര് പറഞ്ഞത്. നിങ്ങൾക്കും മലയാളവും മനസ്സിലായിട്ടില്ല, അറബിയും മനസ്സിലായിട്ടില്ല, പിന്നെ ഒച്ച ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ കിടന്നിങ്ങനെ താളം കളിച്ചു പോകുക എന്നുള്ളത് വെറുതെയാണ്, വെറുതെ താളം കളിക്കലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി അടുത്ത ഉസ്താദിന് കൊടുക്കുക. ഇനിയും ഉസ്താദുമാര് പുറകിലുണ്ട്, അവർക്ക് കൊടുക്കുക. സരസ്സെന്ന് ആരും സംസാരിക്കണ്ട. അവിടെ നിന്നിട്ട് ഷാഫി ഇവിടെ നിന്ന് നാടകം കളിക്കരുത്, പറയുന്നത് കേൾക്കുക, അതിന്റെ ഇടയ്ക്ക് പോയി സംസാരിക്കരുത്. പറയുന്നത് കേൾക്കുക. അടുത്ത ആൾക്ക് ചോദ്യം ചോദിക്കാൻ ഒരാൾക്ക് കൂടി ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട്. ഷാഫി അവിടെ ഇരിക്കുക, തീരുമാനമൊക്കെ പിന്നെ ആക്കാം. ഒരാൾക്ക് കൂടി ചോദ്യം ചോദിക്കാം. അവസാനത്തെ ചോദ്യം ഇല്ലെങ്കിൽ സമാപനത്തിലേക്ക് പ്രവേശിക്കുക. ചോദ്യം മാത്രം ഒരാൾക്ക് ചോദിക്കാം. ചോദ്യം ഷാഫിന്റെ അവസരം കഴിഞ്ഞു. വേറെ ഒരാൾക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ബാക്കിയുള്ള ആളുകൾ അവിടെ ഇരിക്കുക. ഇല്ലെങ്കിൽ സമാപനത്തിലേക്ക് പ്രവേശിക്കുക. ചോദ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. വായിക്കണ്ട, ഇനി നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മതി. ഷാഫിന്റെ അവസരം കഴിഞ്ഞു, ഇഷ്ടം പോലെ കഴിഞ്ഞു. വേറെ ചോദ്യം ഉണ്ടോ? ഇല്ല, ശരി. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, എല്ലാവരും അവിടെ ഇരിക്കുക. എല്ലാവരും അവിടെ ഇരിക്കുക. ഷാഫി മുസ്ലിയാരി ഇരിക്കുക അവിടെ. ഓക്കെ, നമ്മുടെ ഈ മഹത്തായ ആദർശ മുഖാമുഖ സംഗമം ഇവിടെ അവസാനിക്കുകയാണ്. സമാപന ഭാഷണത്തിന് വേണ്ടി ബഹുമാന്യനായ നസീറുദ്ദീൻ റഹ്മാനിയെ സാദരം ക്ഷണിക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ മുഖാമുഖം എന്ന പേരിൽ നടത്തിക്കൂടിയ നാടകത്തിന് ചോദ്യം പറയാനെന്ന നിലയിൽ ഞങ്ങളെ വിളിച്ചു വരുത്തുകയും മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളുടെ മേൽ കൈവെക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മൗലവിമാരുടെ കുപ്രചരണം നടത്തിയത്. ഞങ്ങൾ ഇബാറത്തും തിരിച്ചതല്ല. ഞങ്ങൾ അവർ 2003 എഴുതി വെച്ച വിഹിതമാസിക അവരുടെ വാദമുണ്ടായിരുന്നു. സുന്നികൾ മാത്രമാണത്രേ ഒരു ആരാധന, ഒരു നേട്ടം ആരാധനയാകണമെങ്കിൽ ദിവ്യത്വം കൽപ്പിക്കണമെന്ന് സുന്നികൾ മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ മൗലവിമാർ 2003 നിങ്ങളുടെ തൗഹീദ് വിചിന്തന മാസികയിൽ എഴുതി വെച്ചു. എന്താണ് എഴുതി വെച്ചത്? കേവലമായ വടക്കത്തിന് ഇസ്ലാം
ഇത് ആരാധന എന്ന് പറയില്ല. ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് തേടുമ്പോഴാണ് അത് ആരാധന എന്ന് പറയുക എന്ന് വിചിന്തനം മാസികയിൽ ഇവരുടെ തലതൊട്ടപ്പന്മാരായ മൗലവിമാരെ എഴുതി വെച്ചു. എന്താ ഇവർ പറഞ്ഞത്? ഇത് സ്ത്രീകളുടെ വാദമാണ്. അല്ല, ഇവരുടെ മൗലവിമാർ അൽമനാറിനെതിരെ വാദം എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ് അൽമനാർ മാസികയിൽ ഇവരെ എഴുതി വെച്ചു? 1988 ജനുവരി മാസത്തിലെ അൽമനാറിൽ എന്താ എഴുതി വെച്ചത്? അപ്പോൾ അങ്ങേയറ്റ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും വിവാദത്തും തൗഹീദിന് വിരുദ്ധവുമാണെങ്കിൽ അതിന് സങ്കല്പം വേണം. ഇവിടെ ഞങ്ങൾ ചോദിച്ചു, ഒരു നേട്ടം ആരാധനയാകുന്നതിന്റെ മാനദണ്ഡം ഇമാമുൽ നബവി തങ്ങളുടെ വളരെ വ്യക്തമായി അതിൽ വ്യഭിചാരം നടത്തി ദുർവ്യാഖ്യാനം നടത്തിയപ്പോ ഞങ്ങളത് പിടിച്ചു. ഇമാമുൽ നബവി തങ്ങൾ പറഞ്ഞ രണ്ട് സ്ഥാനത്തും ആദത്തും ആദത്തും സാധാരണ സംഭവവും അസാധാരണ സംഭവവും രണ്ടും അല്ലാഹുവിനോടാണ് കേടേണ്ടത്. എന്നാൽ ഈ മൗലവിമാര് ജനങ്ങളെ പുറകെ പറ്റിക്കുന്നതോ സാധാരണ ചോദ്യം സാധാരണക്കാരോടും അസാധാരണ ചോദ്യം അല്ലാഹുവിനോടും എന്നാണ്. അത് പ്രാമാണിക വിരുദ്ധമാണ്. ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോ പനസ് മൗലവി എന്ന് പറയുന്ന വലിയ മൗലവിക്ക് വായില് പോലും തിരിഞ്ഞിട്ടില്ല, മാലിയും മജൂരും തിരിഞ്ഞിട്ടില്ല, നാക്കിസ് മജൂസും തിരിഞ്ഞിട്ടില്ല. ഞങ്ങളത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ ഞങ്ങളെ കൈയറ്റം ചെയ്യുകയാണ് ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആണത്വത്തോടുകൂടെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന മുഖാമുഖത്തിൽ നിങ്ങളുടെ സംശയം ചോദിക്കാൻ, സംശയം തീർക്കുന്നത് വരെ നിങ്ങൾക്ക് അവസരം നൽകുമെന്ന് ഞങ്ങൾ ആണത്വത്തോടുകൂടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും ഇവർക്കെല്ലാവർക്കും വിഷയം മനസ്സിലായതുകൊണ്ട് ഈ മൗലവിമാരുടെ ഇരട്ടത്താപ്പ്